കിരാന കുന്നുകളിലെ പാകിസ്ഥാന്റെ 10 ആണവ തുരങ്കങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം തരാതെ പാകിസ്ഥാൻ ഇപ്പോഴും മൗനത്തിലാണ്. പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായി എന്ന പ്രചാരണത്തിലൂടെ കഴിഞ്ഞ 2 ദിവസമായി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് കിരാന കുന്നുകൾ. പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള സർദോദ് ജില്ലയിലെ കറുത്ത കുന്നുകൾ എന്നറിയപ്പെടുന്ന കിരാന കുന്നുകൾ ലോകം ശ്രദ്ധിക്കുന്നത് 1983 ശേഷമാണ്. പാകിസ്ഥാൻ ആണവ പരീക്ഷണത്തിനായി ഇവിടെ ഒരുക്കങ്ങൾ തുടങ്ങിയത് അക്കാലത്താണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ കിരാന കുന്നുകൾ ആക്രമിച്ചെന്നും ഇവിടെയുള്ള പാക് ആയുധ സംഭരണ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് അവിടെ ആണവ ചോർച്ച ഉണ്ടായി എന്നുമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചാരണം നടക്കുന്നത്. കിരാന കുന്നുകൾ അതെന്നും ഒരു രഹസ്യ ഫയലായിരുന്നു. ആ രഹസ്യ ഫയലുകൾക്ക് പുറത്ത് അപൂർവമായി മാത്രം കേട്ടിട്ടുള്ള ഒരു പേര് പെട്ടെന്ന് ആഗോള ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകൾ പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയുടെ ഒരു നിർണായക കേന്ദ്രമാണ് എന്നത് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ഒരു സംശയമായിരുന്നു. ആണവ നിലയങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് 2 രാജ്യങ്ങളും വ്യക്തമാക്കുമ്പോഴും അവിടെ ഊഹാപോഹങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആശങ്കകളുണ്ട്. അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് പ്രചരിക്കുന്നത്. സംശയാസ്പദമായ വിമാനങ്ങളുടെ നീക്കങ്ങൾ മുതൽ പ്രചരിച്ച ഒരു രഹസ്യ സർക്കാരുടെ രേഖ വരെ ഇതിൽ ഉണ്ട്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ നുഴഞ്ഞെത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യ പ്രതികാര നടപടി ആരംഭിച്ചപ്പോഴാണ് പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും തുടക്കം കുറിച്ചത്. 10 ഭൂഗർഭ തുരങ്കങ്ങളാണ് പാക് സൈന്യം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. ഈ തുരങ്കങ്ങളിലാണ് പാക് ആണവായുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. സർഗോധ വ്യോമത്താവളത്തിലേക്ക് ഇവിടെ നിന്ന് 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഖുഷബ് ആണവ സമുച്ചയം 75 കിലോമീറ്റർ അകലെയാണ്. 1970-ലാണ് പാക് പ്രതിരോധ മന്ത്രാലയം കിരാന കുന്നുകൾ ഏറ്റെടുത്ത് റഡാർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. 1983 മുതൽ 1990 വരെ അവർ ഇവിടെ ആണവ പരീക്ഷണം നടത്തി. 1980-കൾ മുതൽ ഈ പ്രദേശം ഭൂഗർഭ തുരങ്കങ്ങൾ, ആണവ പോർമുനകൾ, മിസൈൽ സംഭരണികൾ എന്നീ അഭ്യൂഹങ്ങൾക്ക് കാരണമായ സ്ഥലമാണ്. ഇവിടം തന്നെയാണ് പാകിസ്ഥാന്റെ ഏരിയ 51 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ ഈ സൈറ്റ് ആക്രമിക്കുകയും റേഡിയേഷൻ ചോർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു എന്ന അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. മെയ് 11-ന് ഫ്ലൈറ്റ് റഡാർ 24 പോലുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ ഒരു അപൂർവ വിമാനം ഒരു ചുരുങ്ങിയ സമയത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. N111SZ എന്ന ട്രെയിൻ നമ്പറുള്ള ഈ വിമാനം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി നടത്തുന്ന ഉയർന്ന തലത്തിലുള്ള US ആണവ അടിയന്തര പ്രതികരണ പരിപാടിയായ ഏരിയൽ മെഷറിംഗ് സിസ്റ്റം പ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ നിരീക്ഷണ ഉപകരണമല്ല. ഉയർന്ന കൃത്യതയുള്ള ഗാമ റേ സെൻസറുകൾ, ഐസോടോപ്പ് ഡിറ്റക്ടറുകൾ, തത്സമയ ഡാറ്റ ട്രാൻസ്മിഷൻ ഇതെല്ലാം ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആണവ വികിരണത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനും ആക്രമണത്തിന് ശേഷമുള്ള ആണവ സുരക്ഷ പരിശോധിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള B350 AMS സാധാരണ റേഡിയോളജിക്കൽ സംഭവങ്ങൾക്കോ ആണവ അപകടങ്ങൾക്കോ ശേഷം വിന്യസിക്കാറുണ്ട്. US പ്രവർത്തനങ്ങൾക്ക് പുറത്ത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഇങ്ങനൊരു വിമാനം എന്തിനാണ് പാകിസ്ഥാന് മുകളിൽ പറന്നത്? ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ പലതരം പ്രചാരണങ്ങൾ അത് സൃഷ്ടിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഒരു റേഡിയേഷൻ ചോർച്ചയെ ഭയപ്പെടുന്നുണ്ട്, അടിയന്തര വിലയിരുത്തലിനായി വിമാനം വിന്യസിച്ചു എന്നതായിരുന്നു അതിലൊന്ന്. ആക്രമണത്തിന് ശേഷമുള്ള ആണവ നാശനഷ്ടം വിലയിരുത്തുന്നതിനായി US-യുമായി സഹകരിച്ചാണ് വിമാനം പറത്തിയത് എന്നുള്ളതായിരുന്നു അടുത്തത്. 2010-ൽ പാകിസ്ഥാൻ ആർമി ഏവിയേഷന് കൈമാറിയ ഒരു B350-യുടെ ടെയിൽ നമ്പറായിരുന്നു N111SZ എന്ന് ചില ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് അനലിസ്റ്റുകളും ചൂണ്ടിക്കാട്ടി. എന്നാൽ അങ്ങനെയുള്ള വിമാനങ്ങൾ പതിവായി ഉപയോഗിക്കാറില്ലെന്നും ആണവ ഭീതി നിലനിൽക്കുന്നില്ലെങ്കിൽ സംഘർഷ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാറില്ല എന്നും ചില ഗൂഢാലോചന സിദ്ധാന്തക്കാരും അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ആകപ്പാടെ പാകിസ്ഥാനിലും ആശങ്കയാണ്. പാകിസ്ഥാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഊഹങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ സമീപകാല ഭൂകമ്പങ്ങൾ, ആ ഭൂകമ്പങ്ങളുടെ പരമ്പര ഇതിന് ദുരൂഹത കൂട്ടുകയും ചെയ്തു. പ്രത്യേകിച്ചും അവിടെ ഈ ഭൂകമ്പങ്ങൾ ഉണ്ടായ സമയവും സ്ഥാനവുമായിരുന്നു പ്രധാന കാരണം. മെയ് 12-ന് ഭൂകമ്പം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 1:26-ന്, തീവ്രത 4.6, 10 കിലോമീറ്റർ മാത്രം ആഴത്തിൽ സംഭവിച്ചു. അതിനും ദിവസങ്ങൾക്ക് മുൻപ് 5.7, 4 തീവ്രത രേഖപ്പെടുത്തിയ മറ്റു 2 ഭൂചലനങ്ങളും അടുത്തടുത്തായി സംഭവിച്ചു. ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ് പാകിസ്ഥാനെങ്കിലും ഇതിന്റെ തീവ്രത, ആഴം എന്നിവ ഗണ്യമായ ആശങ്കയും ഉയർത്തി. എന്നാൽ ഈ ഭൂകമ്പങ്ങൾ സ്വാഭാവികമാണോ അതോ കൂടുതൽ ഭീകരമായ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉപരിതലത്തിന് സമീപം ശക്തമായ ഭൂചലനം ഉണ്ടാകുന്നതിനാൽ ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ കൂടുതൽ വിനാശകരമാണ് എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. പാകിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ അസാധാരണമല്ല എങ്കിലും
കിരാന കുന്നുകൾ, നൂർഖാൻ എയർബേസ് എന്നിവ ഉൾപ്പെടെ അറിയപ്പെടുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം ഇതുണ്ടാകുന്നത് സംശയങ്ങൾ കൂട്ടി. കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു രേഖയാണ് റേഡിയേഷൻ ചോർച്ച ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ രേഖ വ്യാജമാണ്. ചട്ടാർ സമതലത്തിനടുത്തുള്ള ഒരു വ്യാവസായിക കേന്ദ്രത്തിൽ റേഡിയേഷൻ ചോർച്ച ഉണ്ടായി എന്നാണ് ഈ രേഖയിൽ പറഞ്ഞത്. അവിടെയും പാകിസ്ഥാൻ വ്യാജമായ ഒരു രേഖ ചമയ്ക്കുകയായിരുന്നു. എന്തായാലും ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ ഇന്ത്യയെ അടിച്ചു വീഴ്ത്തി അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരെ ആക്രമണം നടത്തി ഇന്ത്യൻ താവളങ്ങൾ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് വ്യാജ വാർത്തകൾ, വ്യാജമായ സംഗതികളൊക്കെ പാകിസ്ഥാൻ പടച്ചുവിടുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇങ്ങനെ ഒരു ആണവ ചോർച്ച ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അവിടെ ഒരു വ്യാജരേഖയും ചമയ്ക്കപ്പെട്ടത്. എന്തായാലും ഇനിയും വ്യക്തമായി വിശദീകരണം ലഭിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരുപാട് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അത്തരത്തിലൊരു ആണവ ചോർച്ച പാകിസ്ഥാനിൽ ഉണ്ടായി. അത് എങ്ങനെ എന്നത് വ്യക്തമല്ല. പക്ഷെ അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇനിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പോലും അത് പാകിസ്ഥാന് ധൈര്യം നൽകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.